നമസ്കാരം ബിഗ് ബോസ്. ഇന്നത്തെ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് റിലേ ആയിരുന്നു. 30 സെക്കൻഡ് അവർക്ക് കിട്ടും. ആ 30 സെക്കൻഡിൽ ഓരോരുത്തർ കയറി ഇറങ്ങണം. അവരവരുടെ സാധനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മറ്റൊരാളുടെ സാധനം അവരെടുത്തു പോയാൽ അവരെടുത്ത സാധനം അവരുടെ സാധനവും പോകും, ഈ മറ്റൊരാളുടെ സാധനവും പോകും. ഇതായിരുന്നു റിലേ. അപ്പം ഓരോരുത്തർ കയറി ഇറങ്ങണം. അപ്പം 30 സെക്കൻഡ് ഇടാം. 30 സെക്കൻഡ് കൊണ്ട് കയറി ഇറങ്ങണം. ആദ്യം മസ്താനി കയറി, പിന്നെ സാബുമാൻ കയറി, പിന്നെ ആദ്യം പ്രവീൺ കയറി, അങ്ങനെ ഓരോരുത്തർ കയറി. അവസാനം ഈ പറഞ്ഞ ജിഷിൻ കയറിയിട്ട് അയക്കയുടെ സാധനം കാണുന്നില്ല. ആ പഴയ തപ്പിത്തടഞ്ഞുള്ള സമയവും പോയി. എടുത്തോണ്ട് പോയതാണെങ്കിൽ ലക്ഷ്മിയുടെ സാധനവും വായ്പയും. അപ്പം ലക്ഷ്മിക്ക് സമയമില്ല. 3, 2, 1 പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി അപ്പം ഇവര് പറയുന്നുണ്ട് ഒന്നും കിട്ടാത്തതിൽ നല്ല എന്തെങ്കിലും കിട്ടുന്ന, അപ്പൊ കയറിയിട്ട് ഇറങ്ങുക, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ്. പക്ഷെ എല്ലാവരും അതിനുള്ളിൽ കയറണം എന്ന് നിർബന്ധം ബിഗ് ബോസ് പറയുന്നതുകൊണ്ട് ലക്ഷ്മി എന്ത് ചെയ്തു, ജസ്റ്റ് കഥ തുറന്ന് അതിനകത്ത് കയറിയിട്ട് ചാടി ഇറങ്ങി. പക്ഷെ സമയത്തിനുള്ളിൽ ഇറങ്ങി. 30 സെക്കൻഡിനുള്ളിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര വിഷയം നടന്നോടെ ഇൻമേറ്റ്സും ഇവരും തമ്മിൽ. ലക്ഷ്മി ഇറങ്ങിയില്ല, സമയത്തിനുള്ളിൽ ഇറങ്ങിയില്ല പറഞ്ഞു. പക്ഷെ നെവിൻ ഇറങ്ങി. നമുക്കത് ഇറങ്ങിയത് പോലെ തോന്നുന്നു. നെവിൻ പക്ഷെ എനിക്ക് പറഞ്ഞു ഇറങ്ങിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജിഷിനെടുത്ത് ലക്ഷ്മിയുടെ സാധനം തിരിച്ചു വെക്കേണ്ടി വന്നു. ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ സാധനമൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ പലർക്കും ഈ പറഞ്ഞ പോലെ മേത്ത് മുറിവും അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണം ബിഗ് ബോസ് ആ ഗെയിം, അതായത് തൊപ്പി പിടിക്കുന്ന ആ ഗെയിം അങ്ങ് ഒഴിവാക്കിയിട്ട് ഇന്ന് അതിന് പകരം പുതിയൊരു ഗെയിം. ഇന്ന് 2 പേര് ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ഈ ടാസ്ക് ജയിക്കുന്ന 2 ടീമിനെയാണ് സെലക്ട് ചെയ്യുന്നത് നാളത്തെ ഫൈനലിന് വേണ്ടിയിട്ട്. അതെന്ന് പറയുന്നത് 4 ബോള്, 2 ബോള് 2 വശത്തായിട്ട് വെച്ചിട്ടുണ്ടാവും. 1, 3, 2, 4, 2 ആ ഗ്രൗണ്ടിന്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ടേബിൾ പോലെ ഒരു ചെറിയ സാധനത്തിൽ ഇതിങ്ങനെ വെച്ച് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, എന്നിട്ട് അവിടുന്ന് ഒരെണ്ണമെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഗെയിമാണ്. അത് കണ്ടാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ ഗെയിം ആയിരുന്നു. അപ്പോൾ ഒനിയിൽ ആദ്യം തന്നെ ചെയ്തു. അപ്പം അത് കളിക്കേണ്ട ക്യാപ്റ്റന്മാരാണ്, അല്ലാതെ മറ്റുള്ളവർക്കൊന്നും. കഴിഞ്ഞ ദിവസമൊക്കെ തൊപ്പി നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ക്യാപ്റ്റന്റെ തൊപ്പി സംരക്ഷിക്കാനുള്ള ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം ക്യാപ്റ്റന്മാർ മാത്രമായിരുന്നു ഗെയിം കളിക്കേണ്ടത്. ഒനിയിൽ ആദ്യമേ പെട്ടെന്ന് തന്നെ ഗെയിം കളിച്ചു. പക്ഷേ മസ്താനിക്കും നെവിനും ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. നൂറയും ഒനിയിലുമാണ് ഇപ്പോൾ ആ ഗെയിമിൽ ജയിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പണിപ്പുര ടാസ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടി. പക്ഷേ പിന്നെ ഒരു തുണി പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ആര്യനും ലക്ഷ്മിയുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടന്നു. ഭയങ്കര ഫൈറ്റായിരുന്നു. അതിൻ്റെ അവസാനം ആര്യൻ്റെ ഡ്രസ്സ് അവളുടെ ഡെലവട്ട് കടന്നെടുത്ത് നിലത്തിടുക എന്നൊക്കെ ചെയ്ത സംഭവമാണ്. അതിന് പകരമായിട്ട് ലക്ഷ്മിയുടെ ഒരു ഡ്രസ്സ് എടുത്ത് ടെറസിൻ്റെ മണ്ടലോട്ട് എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആര്യന്. ഇന്ന് അതിൻ്റെ പേരിലൊരു യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ജിസേലിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു, പക്ഷെ ഞാനത് കേട്ടില്ല. നമുക്ക് കണ്ടിട്ട് നമുക്ക് നോക്കാം.